അസ്സലാമു അലൈക്കും. ഇപ്പോൾ നമ്മുടെ ബലാഗത്തുൽ വാദിഹയിലെ അൽ ഇത്തിനാബ് എന്നൊരു പാഠഭാഗമാണ് ഇവിടെ വായിക്കുന്നത്. ഇത് ക്ലാസ്സിൽ ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വായിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് വായിക്കുന്നത്. അപ്പോൾ ചില ശബ്ദങ്ങളൊക്കെ നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കില്ലെന്ന് കരുതുന്നു. ഈ പാഠം വായിക്കാൻ കാരണം, ക്ലാസ്സിന് ശേഷവും ഈ പാഠം ഓൺലൈനായിട്ട് വായിക്കാൻ കാരണം, ബലാഗത്തുൽ വാദിഹയിലെ നമ്മുടെ 3 ശാഖകളാണുള്ളത്. ഇൽമുൽ മആനി, ഇൽമുൽ ബദീഅ, ഇൽമുൽ ബയാൻ. ഈ 3 ഭാഗങ്ങളും ഇതോടുകൂടെ കംപ്ലീറ്റ് നമ്മൾ വായിച്ച് തീരും. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കായിദകളും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അംസിലകളും, പ്രത്യേകിച്ച് ബലാഗയിലെ ചില കവിതകളൊക്കെ നമുക്ക് ഇത്തിരി പ്രയാസമാണ് അതിൻ്റെ ആശയം മനസ്സിലാക്കാൻ. പക്ഷേ ആ കവിതകൾ ഉൾപ്പെടെ നമ്മൾ ഈ ഒരു ക്ലാസ്സോടുകൂടെ കംപ്ലീറ്റ് ആകും. നമുക്ക് ഇതിൻ്റെ കായിദ കൊണ്ട് തുടങ്ങാം. അൽ ഇത്തിനാബു സിയാദത്തുൽ ലഫ്ലി അലൽ മഅന. ആശയത്തേക്കാൾ കൂടുതൽ പദങ്ങൾ ഉപയോഗിക്കുന്നതാണ്, ഒരു സെൻറ്റൻസിൽ ആശയത്തേക്കാൾ കൂടുതൽ പദങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഇത്തിനാബ് എന്ന് പറയുന്നത്. ലി ഫായിദത്തിൻ, അതിന് പ്രത്യേക കാരണം ഉണ്ടാകും. അങ്ങനെ ഒരു കാരണമില്ലാതെ വെറുതെ കുറേ പദങ്ങൾ പ്രയോഗിച്ചാൽ അത് സാഹിത്യമല്ല, അത് ബലാഗിയായ ജുംല ആകൂല. വയക്കൂനു ബി ഉമൂരി ഇദ്ദ, അതിന് ചില കാര്യങ്ങളുണ്ട്, അതാണ് താഴെ പറയുന്നത്. ഒന്ന്, ദിക്റുൽ ഖാസ് ബഅദൽ ആം. ആം പറഞ്ഞതിന് ശേഷം ഖാസ് പറയാം. ലി തൻബീഹി അല ഫളിൽ ഖാസ്. അതിൻ്റെ ഫായിദ എന്താണെന്ന് വെച്ചാൽ ഖാസിൻ്റെ ഫളിൽ പ്രത്യേകം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഖുർആനിലൊക്കെ യുഅ്മിനു ബില്ലാഹി വ മലായിക്കത്തിഹി വ ജിബ്രീല വ മീക്കാല എന്നൊക്കെ പ്രയോഗമുണ്ട്. അപ്പം മലായിക്കത്തിൽ പെട്ടതാണ് ജിബ്രീലും മീക്കായിലൊക്കെ. പിന്നെ എന്തിന് ജിബ്രീലിനെയും മീക്കാലിനെയും പ്രത്യേകം എടുത്ത് പറഞ്ഞു എന്ന് വെച്ചാൽ അത് അവർക്ക് പ്രത്യേക ഫളിലുള്ളത് കൊണ്ടാണ്. പ്രത്യേകിച്ച് അറബിയിലെ ആ സമൂഹം ഈ 2 മലക്കുകൾ നിഷേധിക്കുന്നവരായിരുന്നു, ജൂതന്മാരൊക്കെ. അതുകൊണ്ടാണ് അവരെ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. ഇങ്ങനെ പ്രത്യേക ഫായിദ അതിൻ്റെ പിന്നിലുണ്ടാവും. ആമിന് ശേഷം ഖാസ് പ്രത്യേകം എടുത്ത് പറയും. ഇനി നേരെ തിരിച്ചും, ദിക്റുൽ ആമി ബഅദൽ ഖാസ്, ഖാസിന് ശേഷം ആമ് പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രവാചകൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലേ? റബ്ബി ഗ്ഫിർലി വലി വാലിദയ്യ വലിമൻ ദഖല ബൈത്തിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ശരിക്ക് അൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് പറയുന്നതിൽ എല്ലാം പെട്ട്, അല്ലേ? ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും പെട്ട്, പ്രവാചകൻ ഉൾപ്പെടെ അതിൽ പെടും. പക്ഷേ ആദ്യം ഖാസ് പറഞ്ഞു, റബ്ബി ഗ്ഫിർലി ഖാസാണ്, അല്ലേ? വലി വാലിദയ്യ ഖാസാണ്, വലിമൻ ദഖല ബൈത്തിയ മുഅ്മിനൻ. അപ്പോൾ പ്രവാചകൻ്റെ അഹ്ലു ബൈത്തിൽപ്പെട്ട ആളുകളും അതിൽ ഉൾപ്പെട്ട്. അതിനുശേഷം പറയാണ് വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അപ്പം അതിനും ഒരു ഫായിദയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ലി ഇഫാദത്തുൽ ഉമൂം മഅൽ ഇനായ ബിശൈനിൽ ഖാസ്. ആമായിട്ട് നമ്മൾ പറയുന്നതോടൊപ്പം തന്നെ ഖാസിന് നമ്മൾ പരിഗണന കൊടുക്കണം. നമ്മളുടെ പ്രാർത്ഥനയിൽ മുഅ്മിനീങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നമുക്കും നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അങ്ങനെ നാമുമായിട്ട് ബന്ധപ്പെട്ട ഖാസായിട്ടുള്ള ആളുകളെയും അതിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു ഫായിദ, ഒരു മെസ്സേജാണ് അത് നൽകുന്നത്. ഇനി മൂന്നാമത്തത് അൽ ഈളാഹു ബഅദൽ ഇബ്ഹാം. മുബ്ഹമായിട്ടൊരു കാര്യം പറഞ്ഞതിന് ശേഷം അത് വാളിഹായിട്ട് പിന്നീട് പറയാം, അല്ലേ? അതിന് ഉദാഹരണം ഖുർആനിൽ തന്നെയുള്ള ഉദാഹരണം വ ഖലൈന അലൈഹി ദാലിക്കൽ അംറ. അദ്ദേഹത്തിന് നാം ഈ കാര്യം വിധിച്ചിരിക്കുന്നു. അപ്പോൾ ദാലിക്കൽ അംർ എന്താന്ന് പറയുന്നില്ല. അതിന് ശേഷമുള്ള ആയത്ത് പറയാണ് അന്ന ദാബിറ ഹഉലായി മഖ്തൂഉൻ മുസ്ബിഹീൻ. ആ ജനത നേരം വെളുക്കുമ്പോഴേക്കും വേരറ്റുപോയ, അല്ലേ, നശിച്ചു പോയ സമുദായമായി മാറും. അപ്പോൾ ഇവിടെ ദാലിക്കൽ അംർ എന്നുള്ള മുബ്ഹമായിട്ടുള്ള ഒരു പദത്തെ ഇലാഹ് ചെയ്യുന്നതാണ് അന്ന ദാബിറ ഹഉലായി മഖ്തൂഉൻ മുസ്ബിഹീൻ എന്നുള്ള പദം. ഇനി നാലാമത്തത് തക്രാറു. തക്രാർ എന്ന് പറഞ്ഞാൽ ആവർത്തിക്കുക. അപ്പോൾ അങ്ങനെയുണ്ട്, ഖുർആനിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. യാ അബത്തി ലാ തഅബുദി ഷൈത്വാൻ, അല്ലെങ്കിൽ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന, അല്ലേ? യാ അബത്തി ഇന്നി അഖാഫു അലൈക്കും അൻ യമസ്സക അദാബും മിനർ റഹ്മാനി. ഇങ്ങനെ യാ അബത്തി എന്ന് ഇബ്രാഹിം നബി പിതാവിനെ ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് കാണാൻ പറ്റും. ശരിക്ക്
ഒരു വട്ടമല്ലേ നമ്മൾ യാ അബത്തി എന്ന് വിളിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതിലും ഒരു ഫായിദ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ സ്നേഹമാണ്, പിതാവിനോടുള്ള സ്നേഹം കൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. ഇവിടെ ലി തംകീനി അൽ മഅന മിനൻ നഫ്സ് വ തഹസുർ വ കതൂലിൽ ഫസ്ൽ. അപ്പോൾ ഒന്ന് തഹസുർ കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഈ തക്രാർ ആവർത്തിക്കുന്നതിൻ്റെ മറ്റു ഫായിദകൾ, അതിൻ്റെ ലക്ഷ്യങ്ങൾ. മൂന്നാമത്തെ യഅ്തിറാൽ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ തടസ്സം സൃഷ്ടിക്കാന്ന, അല്ലേ? യഅ്തറല ഫി ത്വരീഖ്, വഴിയിൽ തടസ്സം സൃഷ്ടിച്ചു എന്നർത്ഥം. ഒരു ജുംലയിൽ മുബ്തദയുടെ ഖബറിൻ്റെ ഇടയിൽ തടസ്സമായിക്കൊണ്ട് ഒരു സെൻറ്റൻസ് വേറെ പറയാം, ഒരു ജുംല പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നൽ ബുഖല വ അൻത മിൻഹും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്നൽ ബുഖല വ അൻത മിൻഹും യുറാ അലൈഹിം അലാമത്തുൽ ഫഖരി. അപ്പോൾ ശരിക്കും ജുംല എന്ന് പറയുന്നത് ഇന്നൽ ഫുഖറാ യുറാ അലൈഹിം അലാമത്തുൽ ഫഖരി എന്നാണ്, അല്ലേ? പിശുക്കന്മാർക്ക് ദാരിദ്ര്യത്തിൻ്റെ ലക്ഷണം കാണും. അവിടെ വ അൻത മിൻഹും, നീയും അവരിൽപ്പെട്ടവനാണ് എന്ന ഒരു വാക്കയിൽ ചേർക്കുന്നത്. അതെന്തിനാ? നീ പിശുക്കനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? അപ്പോൾ അവിടെ ഹുവ അൻ യുഅ്ത ഫി അസ്നാഇൽ കലാമി ഔ ബൈന കലാമൈനി മുത്തസിലൈനി ഫിൽ മഅന ബി ജുംലത്തിൻ ഔ അക്സർ ലാ മഹല്ല ലഹ മിനൽ ഇറാബ്. അതിന് നമുക്ക് ഇറാബിൻ്റെ ഒരു മഹല്ല് പറയാൻ പറ്റില്ല. കാരണം ഒന്ന് മുബ്തദാണ്, ഖബറാണ്. മുബ്തദിൻ്റെ ഖബറിൻ്റെ ഇടയിലാണ് ജുംല വരിക, അല്ലെങ്കിൽ ഫിഅലിൻ്റെയും ഫായിലിൻ്റെ ഇടയിലാണ് ജുംല വരിക. അങ്ങനെ പിന്നെ വളരെ സിമ്പിളായിട്ട്, അല്ലേ? ഇന്നർ റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല. അവിടെ ഇന്നർ റസൂല ഖാല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പ്രാർത്ഥനാ രൂപത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളൊരു ജുംല വന്നു. ഇന്ന ഇബ്ലീസ ലഅനഹുല്ലാഹു അലൈഹി. അപ്പോൾ പിന്നെ അവിടെയൊക്കെ ജുംല, രണ്ട് ജുംലകൾക്കിടയിൽ ഇന്ന ഇബ്ലീസ ലഅനഹുല്ലാഹു അലൈഹി ലാ തുതിഅഹു. അപ്പോൾ ഇന്ന ഇബ്ലീസ ലാ തുതിഅഹു എന്നുള്ളതാണ് ജുംല. അതിൻ്റെ ഇടയിൽ നമ്മൾ അയാൾക്കെതിരെ ഒരു പ്രാർത്ഥന നടത്തുന്നു. ഇങ്ങനെ ഉള്ള പദങ്ങളാണ്, ജുംലകളാണ് ഇഅ്തിറാലിയ എന്ന് പറയുന്നത്. ഇതും ഇത്നാബാണ്. അടുത്തത് തദീൽ. തദീൽ എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം തന്നെ വാല് എന്നാണ്. ദൈല്, വാല്. അതായത് ഒരു ജുംല പറയുന്നു, അതിനുശേഷം ഒരു വാലും പറയാം. ഒരു സെൻറ്റൻസ് പറയുന്നു, അതിനുശേഷം ആ സെൻറ്റൻസിൻ്റെ ആശയം ഉൾക്കൊള്ളുന്ന ഒരു സെൻറ്റൻസ് കൂടെ പറയാം. അത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന്, ഒരാശയം പറയുന്നു, ആ സെൻറ്റൻസിൻ്റെ ആശയം ഉൾക്കൊള്ളുന്ന ഒരാശയം ശേഷം പറയുന്നു, അത് വളരെ സ്വതന്ത്രമായ ജുംലയായിരിക്കും. രണ്ടാമത്തത്, ഒരാശയം പറയുന്നു, അതിനുശേഷം അതിനെ തൗക്കീദ് ചെയ്തുകൊണ്ടോ അതിനെ ബയാൻ ചെയ്തുകൊണ്ടോ മറ്റൊരാശയം പറയുന്നു, അത് മേലേത്തതുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഉദാഹരണം തന്നെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് അതിന്. ഇതിൽ പറയുന്ന ഉദാഹരണം ഉണ്ടോ? ഇതാ കാലഹത്തെ പറയാണ്, തസൂറു ഫത്തൻ, നീ ഒരു യുവാവിനെ സന്ദർശിക്കുന്നു. യുഅത്തി അലൽ ഹംദി മാലഹു, ആ യുവാവ് യുഅത്തി നൽകുന്നു, അലൽ ഹംദി, അല്ലേ? ഹംദിന്, നന്മക്ക് നൽകുന്നു, മാലഹു അവൻ്റെ ധനം. അപ്പോൾ നന്മ ചെയ്യുന്നതിനനുസരിച്ച് അവൻ അവൻ്റെ ധനം ചെലവഴിക്കുന്നു. അതായത് നീയൊരു സമ്പന്നനെ സന്ദർശിക്കുന്നു, ആ സമ്പന്നൻ്റെ സ്വഭാവം എന്താ? അയാൾ നന്മകൾക്ക് വേണ്ടി ധനം ചെലവഴിക്കുന്നവനാണ്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്ക്, വമൻ യുഅത്തി അസ്മാനൽ മഹാമിദി യുഹ്മദി, നന്മക്ക് വേണ്ടിയിട്ട് ധനം ചെലവഴിക്കുന്നവർ എപ്പോഴും സ്തുതിക്കപ്പെടും. അപ്പം ഇവിടെ ആദ്യത്തെ ജുംലയെ തഅ്കീദ് ചെയ്തുകൊണ്ടാണ് രണ്ടാമത്തെ ജുംല പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ജുംല തികച്ചും മുസ്തഖിലായ ഒരു ജുംലയാണ്, അല്ലേ? ആ ജുംല മാത്രം എടുത്താലും ആശയം വ്യക്തമാണ്. വമൻ യുഅത്തി അസ്മാനൽ മഹാമിദി യുഹ്മദു, നന്മക്ക് വേണ്ടി ധനം ചെലവഴിക്കുന്നവർ സ്തുതിക്കപ്പെടും. അത് എവിടെയും എപ്പോഴും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്വതന്ത്രമായ ജുംലയാണ്. ഇതിനാണ് തദീലുൻ അല മജ്റൽ മസൽ എന്ന് പറയുന്നത്. അടുത്ത സെൻറ്റൻസ് നോക്ക്, ഖാല ഇബ്നു നുബാത്തത്തു സഅദി ലം യുബ്ക ജൂദുക ലി ശൈഅൻ ഉഅമ്മിലുഹു, നിൻ്റെ ഔദാര്യം, അതായത് ഒരു ധനികൻ ഒരു കവിയെ ഇങ്ങനെ സമ്പത്ത് കൊടുത്ത് സഹായിച്ചു കൊണ്ടേയിരിക്കുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ അയാളുടെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ബാക്കിയില്ല, എല്ലാ പ്രതീക്ഷകളും ഈ സമ്പന്നൻ നിറവേറ്റി കൊടുക്കുകയാണ്. ലം യുബ്ഖി ജൂദുക ലി ശൈഅൻ ഉഅമ്മിലുഹു, എനിക്ക് പ്രതീക്ഷ വെക്കാൻ ഒരു വസ്തുവും അവശേഷിപ്പിച്ചിട്ടില്ല നിൻ്റെ ദാനം. നിൻ്റെ ദാനം കൊണ്ട് എൻ്റെ എല്ലാ പ്രതീക്ഷകളും നിറവേറിക്കഴിഞ്ഞു, എനിക്കതിന് ഒരു പ്രതീക്ഷയും അവശേഷിക്കുന്നില്ല. അടുത്ത വാക്ക് നോക്ക്, തറക്തനി അസ്ഹബു ദുനിയ ബില അമലിൻ, ഇപ്പോൾ ഞാൻ ഭൂമിയിൽ ഒരു അമലുമില്ലാതെ ഒരു പ്രതീക്ഷയുമില്ലാതെയാണ് നടക്കുന്നത്. കാരണം എനിക്ക് എന്ത് പ്രതീക്ഷ വെച്ചാലും അത് നീ നിറവേറ്റിത്തരും. ഇവിടെ
ആദ്യത്തെ ജുംലയുടെ തേക്കിയതാണ് രണ്ടാമത്തെ ജുംല. പക്ഷേ നമുക്ക് സെൻറ്റൻസ് മുസ്തഖില്ലായിട്ട് മറ്റൊരു വേദിയിൽ ഈ സെൻറ്റൻസ് പ്രയോഗിക്കാൻ പറ്റില്ല. തറക്തനി അസ്ഹാബു ദുനിയ ബില അമലിൻ എന്നുള്ള ഒരു ജുംല നമുക്ക് മറ്റൊരു വേദിയിൽ പറയാൻ കഴിയില്ല. കാരണം അത് ആദ്യത്തെ ജുംലയായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് ഇതിനെ തെദീലുൻ ലൈസ അല മജ്റൽ മസൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അടുത്തത് ലാസ്റ്റ് അൽ ഇഹ്തിറാസ്. പിന്നെ ഇഹ്തിറാസ് എന്ന് പറയുന്നത് യകൂനു ഹീനമാ യഅ്തിൽ മുതക്കല്ലിമു ബിമഅനൻ യുംകിനു അൻ യദ്ഖുല അലൈഹി ഫീഹി ലൗമുൻ. ഒരു സെൻറ്റൻസ് പറയുമ്പം ആ സെൻറ്റൻസിൽ മുതക്കല്ലിമിനെ ആക്ഷേപിക്കാൻ സാധ്യതയുള്ള പദപ്രയോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ആ ആക്ഷേപം മുന്നിൽ കണ്ടുകൊണ്ട് ഈ മുത്തക്കല്ലിമ് വേറൊരു ജുംല കൂടെ അതിൻ്റെ കൂടെ ചേർക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് അല്ലേ, ഇത് ഹബില ഫിർഔന ഇന്നഹു ത്വഗ എന്നിട്ട് പറയുന്നുണ്ട്. പിന്നെ വൽമും യദക ഇലാ ജനാഹിക തഖ്റുജ് ബൈളാഅ മിൻ ഗൈരി സൂഇൻ. നിൻ്റെ കൈ കക്ഷത്ത് വെച്ചിട്ട് പുറത്തെടുത്താൽ അതിങ്ങനെ തിളങ്ങുന്ന കാണാം. അപ്പോൾ അതെന്തോ ഒരു അസുഖമാണ് എന്ന് ജനങ്ങൾ പറയാൻ സാധ്യതയുണ്ട് അല്ലേ. എന്താ കൈക്കെന്തോ അസുഖം പറ്റതുകൊണ്ടാണ് ഇങ്ങനെ വെളുത്തു പോയത്. അവിടെയാണ് മിൻ ഗൈരി സൂഇൻ, ഒരു രോഗവും ഇല്ലാതെ തന്നെ, അല്ലെങ്കിൽ ഒരു സൂവും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ. അവിടെ ഇഹ്തിറാസാണ് ആ ജുംലയുടെ അവിടെ മിൻ ഗൈരി സൂഇൻ എന്നുള്ളത് ഇഹ്തിറാസാണ്. അതാണ് ഹീനമാ യഅ്തിൽ മുതക്കല്ലിമു ബിമഅനൻ യുംകിനു അൻ യദ്ഖുല അലൈഹി ഫീഹി ലൗമുൻ. ആക്ഷേപം വരാൻ സാധ്യതയുണ്ട്. ഫയഫ്തിനു ലിദാലിക വയഅ്തി ബിമാ യുലഖിസുഹു മിൻഹു. അതിൽ നിന്നും അവനെ രക്ഷപ്പെടുത്തുന്ന ഒരു ജുംല അതിന് ശേഷം പറയുന്നു. ഇതാണ് ഇഹ്തിറാസ്. ഈ പദങ്ങളൊക്കെ ഇത്തിനാബിൻ്റെ ഇനത്തിൽ വരുന്നതാണ്. ഇനി നമുക്കതിൻ്റെ ഓരോ അംശലയും വായിച്ചു നോക്കാം. ഒന്നാമതായിട്ട് ഇത്തിനാബിൻ്റെത് തനസ്സലുൽ മലായിക്കത്തു വർറൂഹു ഫിഹ. ഇവിടെ ദിക്റു അൽ ഖാസ് ബഅദൽ ആമാണ് അല്ലേ. മലായിക്കത്ത് ആമിന് പറഞ്ഞതിന് ശേഷം ഖാസ് പറഞ്ഞു. രണ്ടാമത്തത് റബ്ബി ഗ്ഫിർലി വലി വാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് പറയുന്നത് ആമാണ്. അതിൻ്റെ തൊട്ട് മുമ്പ് ഖാസ് പറഞ്ഞു. അപ്പോൾ ദിക്റു അൽ ഖാസ്, ദിക്റു അൽ ആം ബഅദൽ ഖാസ്, ദിക്റു അൽ ആം ബഅദൽ ഖാസ്. അടുത്തത് വഖലൈന അലൈഹി ദാലിക്കൽ അംറ. അവിടെ ദാലിക്കൽ അംറ എന്നുള്ളത് മുബ്ഹമാണ്. അന്ന ദാബിറ ഹഉലായി മഖ്തുഉൻ മുസ്ബിഹീൻ. ഇത് വാലിഹായിട്ട് പറയുന്നു. അപ്പം അൽ ഇലാഹു ബഅദൽ ഇബ്ഹാം. ഇതൊക്കെ ശരിക്കും വഖലൈന ഇലൈഹി അന്ന ദാബിറ ഹഉലായി മഖ്തുഉൻ മുസ്ബിഹീൻ എന്ന് പറഞ്ഞാൽ ആശയം വളരെ ക്ലിയറാണ്. വഖലൈന ഇലൈഹി അന്ന ദാബിറ ഹഉലായി മഖ്തുഉൻ മുസ്ബിഹീൻ. അയാൾക്ക് നാം ഉത്തരവ് കൊടുത്തു, അല്ലെങ്കിൽ അയാളെ നാം അറിയിച്ചു, ഈ ജനത നേരം വെളുക്കുമ്പോഴേക്കും നശിച്ചു പോകും. അപ്പോൾ അവിടെ ദാലിക്കൽ അംറ എന്നുള്ള ഒരു ജുംല ഇത്തിനാബാണ് അല്ലേ. ആ മുബ്ഹമായിട്ട് അവിടെ പറഞ്ഞത് ഇത്തിനാബാണ്. എന്തിനാ അങ്ങനെ ഇത്തിനാബ് പറഞ്ഞതെന്ന് ചോദിക്കും അല്ലേ. ഇത്തിനാബിൻ്റെ ലക്ഷ്യം എന്താണ്? അത് കേൾവിക്കാരെ കൂടുതൽ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു കാര്യം ആദ്യം അവ്യക്തമായിട്ട് പറയുന്നു, അപ്പോൾ ആളുകൾക്ക് അത് കേൾക്കാനുള്ള ആഗ്രഹം വരും. അപ്പോൾ നമ്മളത് വ്യക്തമായിട്ട് പറയുന്നു, അപ്പോൾ കൂടുതൽ ശ്രദ്ധയോടുകൂടെ ആ കാര്യം കേൾക്കും. അതതിൻ്റെ ഒരു ഹിക്മത്താണ്. അടുത്ത് നോക്ക്. ഖാല അൻതറ ബിൻ ഷദ്ദാദ് യദ്ഊന അൻതറ വരിമാഹു കഅന്നഹ അഷ്താനു ബിഇരിൻ ഫീ ലബാനിൽ അദ്ഹമി. ഇവിടെ അൻതറയെ എല്ലാവരും വിളിക്കുകയാണ് അല്ലേ. അൻതറ എന്ന് പറയുന്നത് ശരിക്കും ഒരു അബ്ദാണ് അല്ലേ. പക്ഷേ അയാൾ ഭയങ്കര ശുജാ ആണ്. അതേപോലെ അയാൾ ഭാഷയിൽ ഭയങ്കര കഴിവുള്ള ആളാണ്. മുഅല്ലഖൊക്കെ എഴുതിയ ആളാണ്. അഭിമാനബോധമുള്ള ആളാണ് അൻതറ. പക്ഷേ അയാളുടെ വാപ്പ സയ്യിദാണ്, ഉമ്മ അമത്താണ്. അതുകൊണ്ട് അത് അയാളെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. ഇയാളൊരു കറുത്ത വർഗ്ഗക്കാരനും കൂടിയാണ് അൻതറ. അതുകൊണ്ട് തന്നെ അവഗണനകൾ നേരിട്ടിരുന്നു. അപ്പോൾ ഇയാളുടെ മുഅല്ലഖൊക്കെ പറയാണ് യദ്ഊന അൻതറ. യുദ്ധം വരുമ്പോൾ എല്ലാവരും അൻതറ എവിടെ, അൻതറ എവിടെ എന്ന് ചോദിക്കും. വരിമാഹു കഅന്നഹ. അവിടെയുള്ള കുന്തങ്ങളൊക്കെ കഅന്നഹ അഷ്താനു ബിഇരിൻ. അഷ്താൻ എന്ന് പറഞ്ഞാൽ ഹബിൽ എന്നർത്ഥം. കിണറിലേക്കുള്ള ഹബിൽ പോലെ, കിണറിൻ്റെ കയറ് പോലെ ഈ അമ്പ്, അല്ലെങ്കിൽ അമ്പല്ല കുന്തം. ഫി ലബാനിൽ അദ്ഹമി. രണ്ട് ലബാനുൽ അദ്ഹം എന്ന് പറഞ്ഞാൽ സ്വദുറുൽ ഫറസ്. എതിരാളിയുടെ കുതിരയുടെ ഹൃദയത്തിൽ തുരുതുരെ അമ്പ് വർഷിക്കുന്നയാളാണ് ഈ അൻതറ. അപ്പോൾ ആ അൻതറ എവിടെ എന്ന് ആളുകളിങ്ങനെ ചോദിക്കും. യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്ന സമയത്ത് അൻതറയെ പറ്റി അവരന്വേഷിക്കും. അടുത്തത് യദ്ഊന അൻതറ. വീണ്ടും അവർ അൻതറയെ അന്വേഷിക്കും. ഇവിടെ തക്രാറാണ്, ആവർത്തിച്ച് പറയാണ്. വസുയൂഫ് കഅന്നഹ ലംഉൽ ബവാരിഖി ഫീ സഹാബിൻ മുദ്ലിമി. ആ വാളുകൾ, യുദ്ധസമയത്ത് വാളുകൾ കഅന്നഹ ലംഉൽ ബവാരിഖ്, മിന്നലിൻ്റെ തെളിച്ചം പോലെ ഇങ്ങനെ തിളങ്ങും.
ഫി സഹാബിൻ മുസ്ലിമിൻ, ഇരുട്ടുള്ള മേഘത്തിൻ്റെ താഴെ മയക്കാറുള്ള സമയത്ത് മിന്നറിയുമ്പോൾ ഉണ്ടാകുന്നൊരു തിളക്കമുണ്ടല്ലോ, അതുപോലെ ഈ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ പൊടിപടലങ്ങളൊക്കെ പാറി ആ യുദ്ധഭൂമി ഇങ്ങനെ കറുത്തു നിൽക്കുന്ന സമയത്ത് വാളുകൾ തമ്മിൽ കൂട്ടിമുട്ടുണ്ടാകുന്ന തിളക്കം, അതുപോലെ യുദ്ധം അത്തരം സന്ദർഭങ്ങളിൽ അവരൊക്കെ അൻതറ എവിടെ എന്ന് അന്വേഷിക്കും. അപ്പം ഇവിടെ യദുഊന അൻതറ എന്നിങ്ങനെ ആവർത്തിച്ചത് തക്രാർ എന്ന് പറയും. അതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അവിടെ അൻതറയുടെ ഒരു പ്രാധാന്യം അവിടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് യഅ്തിറാലിയായ ഒരു ജുംലയുടെ ഉദാഹരണമാണ്. നാബിയത്തുൽ ജാദി പറയാണ്, അലാ സഅമത്ത് ബനു സഅദീൻ, ഈ ബനു സഅദുകാർ വാദിക്കുന്നുണ്ടല്ലോ, ബി അന്നി, ഞാൻ, അലാ കദബു, അവർ കളവ് പറയാണ്, കബീറു സിന്നി, ഞാൻ പ്രായമായെന്ന്, വൃദ്ധനാണെന്ന്, ഫാനിൻ, മരിക്കാൻ പോയ ആളാണെന്ന്. അപ്പം ഞാനിങ്ങനെ മരിക്കാറാകാറായ പ്രായമൂത്ത ഒരാളാണെന്ന് പിന്നെ ബനു സഅദുകാർ വാദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ അലാ കദബു, അവർ കളവ് പറയാണ് എന്നുള്ളത് ഇഅ്തിറാലിയായ ജുംലയാണ് അല്ലേ? കാരണം ഇന്നൻ്റെ ഇസ്മിനും ഇന്നൻ്റെ ഖബറിനും ഇടയിലാണ്, മുബ്തദിൻ്റെ ഖബറിൻ്റെ ഇടയിലാണ് അങ്ങനെ ഒരു ജുംല വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതെന്താ? ജുംലത്തുൻ ലാ മഹല്ല ലഹ മിനൽ ഇഅ്റാബ്, അതാണ് ജുംലത്തുൻ ഇഅ്തിറാലിയ. ആറാമത്തെ ഉദാഹരണം നമ്മൾ വായിച്ചു, അത് പിന്നെ തദീലിനുള്ള ഉദാഹരണമാണ്. 7 സ്വബബ്ന അലൈഹ, അലൈഹ എന്ന് പറഞ്ഞാൽ അലൽ ഫറസ്, ആ കുതിരയുടെ മേലെ ഞങ്ങൾ ഒഴിച്ചുകൊണ്ടിരുന്നു. സ്വബ്ബ എന്ന് പറഞ്ഞാൽ ഒഴിക്കുക എന്നർത്ഥം. എന്താ ഒഴിച്ചത്? സിയാത്തന, ഞങ്ങളുടെ ചാട്ടവാറിൻ്റെ അടി. അപ്പോൾ തുടർച്ചയായി അടിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കുതിരയെ ഞങ്ങൾ തുടർച്ചയായി അടിച്ചുകൊണ്ടിരുന്നു. കാരണം എന്താ? പിന്നെ കുതിര ദുർബലമായിട്ട് നടക്കാത്തതുകൊണ്ടാണോ? അല്ല, ളാലിമീന, അതിൻ്റെ ഇടയിൽ ഇഹ്തിറാസായിട്ട് പറയാണ്, ളാലിമീന, ഞങ്ങൾ അക്രമികളായിക്കൊണ്ടാണ് കുതിരയെ അടിക്കുന്നത്. എന്തിനാ കുതിരനെ അടിക്കുന്നതെന്ന് വെച്ചാൽ ഫത്വാറത്ത് ബിഹ ഐദിൻ സിറാഉൻ വ അർജുലു, അതിൻ്റെ കയ്യും കാലൊക്കെ വേഗത കൊണ്ട് പറക്കുകയാണിപ്പോൾ. അപ്പോൾ വേഗത കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ദുൽമ് ചെയ്തുകൊണ്ട് ആ കുതിരയെ അടിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ കുതിര അടിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുമ്പം ആളുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, ആ കുതിര ദുർബലമായത് കൊണ്ടാണോ? ആ കുതിര പിന്നെ എന്താ പറയുക, അനുസരണ ഇല്ലാത്തത് കൊണ്ടാണോ എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ മറുപടിയാണ് അതിൻ്റെ ഇഹ്തിറാസായിട്ട്, ആ ചോദ്യം ചോദിക്കുന്നതിന് മുന്നേ തന്നെ ഒരു തഖല്ലുസ് മിൻഹ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കവി പ്രയോഗിച്ചതാണ് ളാലിമീന എന്നുള്ള പ്രയോഗം. ഇത് ജുംലത്തുൻ ഇഹ്തിറാസ് എന്നാണ് ഇതിന് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഇത്നാബായിട്ട് വരുന്നത്. ഇതോടുകൂടി നമ്മളെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.